ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹബഹുമാനപ്പെട്ട വിഹരിച്ച പ്രിയപ്പെട്ട വത്സന്മാരെ, പ്രിയപ്പെട്ട സമർപ്പിതരെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ ഓർമ്മ നമ്മൾ കൊണ്ടാടുകയാണ്. നമ്മളുടെ സഭയിൽ ഏറ്റവും കൂടുതൽ തിരുവചനങ്ങൾ വായിക്കപ്പെടുന്ന, കേൾക്കപ്പെടുന്ന ദിവസമാണ് പീഡാനുഭവ വെള്ളി. ഇന്ന് നമ്മൾ കേട്ടതെല്ലാം ദൈവവചനങ്ങളായിരുന്നു, സങ്കീർത്തനങ്ങളായിരുന്നു, പഴയ നിയമമായിരുന്നു, സുവിശേഷങ്ങളിൽ നിന്നുള്ള വായനകളായിരുന്നു. അങ്ങനെ ദൈവവചന വായനകളിലൂടെ നമ്മൾ വളരേണ്ട ദിവസമായിട്ടാണ് ഈ വലിയ ദിവസത്തെ തിരുസഭ കാണുന്നത്. ഈ ദിവസത്തെ നമ്മുടെ പൂർവികര് ശ്ലീവാരോഹണം അല്ലെങ്കിൽ സ്കീപ്പൂസ എന്ന് വിളിച്ചിരുന്നു. സ്കീപ്പ ശ്ലീവായാണ്, സ്കീപ്പൂസ ശ്ലീവായിൽ ഉയർത്തപ്പെടലാണ്. കർത്താവ് ശ്ലീവായിൽ ഉയർത്തപ്പെട്ടത് പഴയ നിയമങ്ങളിലൂടെയെല്ലാം കടന്നു വന്നാണെന്ന് നമുക്കറിയാം. ഇന്നത്തെ വായനകളിലെല്ലാം ഏതെങ്കിലും ഒരു വായനയുടെ പശ്ചാത്തലത്തിലല്ല, തിരുവചനം മുഴുവനും, തികച്ച് പുറപ്പാട് ഗ്രന്ഥവുമെല്ലാം ഇതിൽ അന്തർലീനമാണ് എന്ന് നമുക്കറിയാം. വാസ്തവത്തിൽ ഈ സ്കിപ്പൂസ, പീഡാനുഭവ വെള്ളി, കർത്താവും നമ്മളും ബേണിംഗ് ബുഷ്, കത്തി ജ്വലിച്ച് നിൽക്കുന്ന ആ ദൈവത്തെ കാണുന്ന ദിവസമാണ്. പഴയ നിയമവുമായിട്ട് നമുക്കൊന്ന് ചേർന്ന് ചിന്തിച്ചാൽ മോശയും ഈശോയുമായിട്ട് വലിയ സാധർമ്യങ്ങളുണ്ട്. ശിശുവായ മോശയുടെ ജീവിതം ഫറവോയുടെ ഭീഷണിയിലായിരുന്നു. ശിശുവായ ഈശോയുടെ ജീവിതം ഹെറോദേസിന്റെ ഭീഷണിയിലായിരുന്നു. മലമുകളിൽ നിന്ന് മോശ 10 കൽപ്പനകൾ വാങ്ങി ജനത്തിന് നൽകി. ഈശോ മലയുടെ മുകളിൽ കയറി സെർമൺ ഓഫ് ദ മൗണ്ട്, മലയിലെ പ്രസംഗം, ലോകത്തിലെ ഏറ്റവും നല്ല പ്രസംഗമായിട്ട് കരുതുന്ന ആ യാഥാർത്ഥ്യം നമുക്ക് നൽകി. മോശ 12 ഗോത്രങ്ങളെ നയിച്ചു. ഈശോ 12 ശിഷ്യന്മാരെ നയിച്ചു. മോശയുടെ മുഖം സിനാമലമുകളിൽ വെട്ടി തിളങ്ങി. ഈശോ മലമുകളിൽ രൂപാന്തരപ്പെട്ടപ്പോൾ മുഖം വെട്ടിത്തിളങ്ങി. മോശ ദൈവജനത്തെ അത്ഭുതകരമായ മന്ന കൊടുത്ത് തൃപ്തരാക്കി. ഈശോ ദൈവജനത്തിന് 5 അപ്പം കൊണ്ടും പിന്നീട് സ്വന്തം ശരീരം മുറിച്ചു കൊടുത്തും തൃപ്തിയുണ്ടാക്കി. നിയമാവർത്തനത്തിൽ മോശ മനോഹരമായ ഒരു ഫെയർവെൽ, ഒരു വിടവാങ്ങൽ നടത്തുന്നുണ്ട്. ഈശോ അന്ത്യത്താഴ സമയത്ത് അതിമനോഹരമായ വിടവാങ്ങൽ പ്രസംഗം നടത്തുന്നു. പുറപ്പാട് പുസ്തകത്തിൽ ദൈവം ബേണിംഗ് ബുഷിൽ നിന്നാണ് മോശയെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ ഗത്സമേനിൽ വെച്ച് കർത്താവ് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുന്നു. പാപം ചെയ്ത ദൈവജനത്തിനു വേണ്ടി മോശ ദൈവത്തോട്, നീ ഇവരുടെ പാപം മോചിക്കുന്നില്ലെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മാറ്റിക്കളയണം എന്ന് പറയുകയുണ്ടായി. ന്യൂ ടെസ്റ്റമെന്റിൽ
ഈശോ പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരുപാട് സാധർമ്മ്യങ്ങൾ മോശയും ഈശോയുമായിട്ട് പറയാൻ നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ ഓർമ്മകൾ ഇന്ന് സ്ലിവായിൽ അല്ലെങ്കിൽ സ്കിപ്പൂസ എന്ന് നമ്മൾ പറഞ്ഞ് ആചരിക്കുമ്പോൾ അത് ഓർമ്മകളുടെ വലിയൊരു കൂമ്പാരമാണ്. ഒരിക്കലും തീർന്നു പോകാത്ത കാര്യങ്ങളായിരിക്കാം ഇവിടെ ഈ ദിവസം നമ്മൾ തീർച്ചയായിട്ടും ഓർക്കുന്നതും മനസ്സിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നതും. ഈശോ പരസ്യ ജീവിതകാലത്ത് ഈശോ കണ്ടുമുട്ടിയ ആളുകളൊക്കെ പാവങ്ങളായിരുന്നു, പേടിക്കാരായിരുന്നു, വിദ്യാഭ്യാസം കുറഞ്ഞവരായിരുന്നു, ഭയമുള്ളവരായിരുന്നു. അവരോടെല്ലാം ഈശോ ആവർത്തിച്ച ഒരു കാര്യം, നൊളീത്തെ തിമേരെ, ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ്, പേടിക്കരുത്, ഭയപ്പെട്ടു പോകരുത്, കരയരുത്. ജീവിത സാഹചര്യങ്ങളെ നേരിടാനുള്ള കരുത്ത് നമുക്ക് വേണം. വേദശാസ്ത്രികൾ പറയാറുണ്ട്, ഈശോ തന്നെയും ഒരു വൂണ്ടഡ് ഹീലറാണ്. നമുക്ക് വേദനകളോടുകൂടി നമ്മെ സമീപിക്കുന്ന ആളിനെ സഹായിക്കണമെങ്കിൽ നമ്മളും വൂണ്ടഡ് ഹീലേഴ്സാണ്. നമ്മുടെ മുറിപ്പാടുകൾ എന്താണെന്നും നമ്മളെ മുറിപ്പെടുത്തിയവരോട് നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടെന്നും നമ്മളുടെ ഉള്ളിൽ നമ്മുടെ മനസ്സാക്ഷി നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്. ഈ ദുഃഖവെള്ളി നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മൾ ഓരോരുത്തരും, നമ്മളെല്ലാവരും വൂണ്ടഡ് ഹീലേഴ്സാണ്. നമ്മളിലെ വേദനകൾ, പ്രയാസങ്ങൾ, മുറിപ്പാടുകൾ നമ്മൾ മാറ്റി നിർത്തണം. ഓരോ മനുഷ്യനും പഠിക്കുന്ന കാലം മുതൽ ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ചിലർക്ക് മനോരോഗമായിരിക്കാം, ന്യൂറോസിസ്. മറ്റു ചിലർക്ക് ഇടുങ്ങിയ സ്ഥലത്തൂടെ കടന്നു പോകാനുള്ള ഭയമായിരിക്കാം, ക്ലൗസ്ട്രോഫോബിയ. മറ്റു ചിലർക്ക് തുറസായ സ്ഥലത്തുകൂടെ നടക്കാനും യാത്ര ചെയ്യാനുമുള്ള പേടിയായിരിക്കാം, അഗോറഫോബിയ. മറ്റു ചിലർക്ക് അടച്ചിട്ട മുറിയിൽ തനിച്ചിരിക്കാനുള്ള ഭയമായിരിക്കാം, മൃഗങ്ങളെ ഭയമായിരിക്കാം, അയൽക്കാരെ ഭയമായിരിക്കാം. ഇങ്ങനെ ഒരുപാട് ഭയങ്ങളുമായിട്ട് പേടിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ നേരിട്ട് കണ്ട് ബേണിംഗ് ബുഷിൽ മോശ ദൈവത്തെ കണ്ടതുപോലെ ഈ കുരിശിൽ, ഈ സ്കിപ്പായിൽ നമുക്ക് കർത്താവിനെ കാണാനായിട്ട് സാധിക്കണം. പൗലോസായിരിക്കാം ഒരുപക്ഷെ ഈ പേടിയെല്ലാം മാറ്റിയെടുത്ത ഒരാൾ. അദ്ദേഹം റോമാക്കാർക്കുള്ള ലേഖനം 8:38 പറയുന്നുണ്ടല്ലോ, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരികൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടികൾക്കോ ആർക്കാണ് എന്നെ ഭയപ്പെടുത്താൻ സാധിക്കുന്നത്, കർത്താവിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കുന്നത്? അങ്ങനെയുള്ള ഒരു അടിയുറച്ച വിശ്വാസം നമുക്ക് കിട്ടുമ്പോഴാണ് ഈശോയുടെ ആ വലിയ അനുഗ്രഹദായകമായ കൃപയുടെ നാളിലേക്ക് നമുക്ക് കയറാനും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത്. ഇന്ന് അതിവിശുദ്ധമായ ഓർമ്മകളാണ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നത്. ഈ ഓർമ്മകൾ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ കൊണ്ടുവരികയും പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് മനസ്സിൽ ഒറ്റ ഓർമ്മയേ ഉള്ളൂ,
സ്ലീവ, കുരിശുമരണം, ഇടാസകനം. ഇന്ന് നമ്മൾ വായിച്ചതെല്ലാം ആ ഒറ്റ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. കഷ്ടാനുഭവ വെള്ളിയാഴ്ച സ്ലീവായെക്കുറിച്ചല്ലാതെ മറ്റു ഒന്നിനെക്കുറിച്ചും നമുക്ക് ഓർക്കാനും പറയാനുമില്ല. കുരിശ് പറുദീസായിലെ വൃക്ഷം തന്നെയായിരുന്നു. നമ്മളിപ്പോൾ വായിച്ചു കേട്ടല്ലോ, ഇസഹാക്ക് ചുമന്ന വിറകും കുഞ്ഞാട് ഉടക്കിയ കുറ്റിച്ചെടിയും സ്ലീവായുടെ പ്രതീകമായിരുന്നു. ഇസഹാക്കിനെ ബലിയർപ്പിക്കാനുള്ള ബലിപീഠവും കുരിശാകൃതിയിലാകുന്നു. ഫറവോയുടെ മുമ്പിൽ മോശ ഉയർത്തിയ അത്ഭുത വടി കുരിശിന്റെ പ്രതീകമാണ്. കാനാൻ പ്രവേശിക്കാൻ ചെങ്കടൽ വിഭജിച്ച വലിയ വടിയും കുരിശിന്റെ പ്രതീകമാണ്. മരുഭൂമിയിൽ മോശ ഉയർത്തിയ പിത്തള സർപ്പം കുരിശിന്റെ പ്രതിരൂപമാണ്. യാക്കോബ് ദർശിച്ച സ്വർഗത്തിലേക്കുള്ള ഗോവണിപ്പടി കുരിശിന്റെ പ്രതീകമാണ്. മെതിക്കളത്തിൽ ഉഴുവാൻ ഉപയോഗിക്കുന്ന കലപ്പ കുരിശിന്റെ പ്രതീകമാണ്. മാറായിലെ മൂറസിലെ ജലത്തിലേക്ക് എറിഞ്ഞ തടിക്കഷ്ണം കുരിശിന്റെ മാതൃകയാണ്. എല്ലാം പഴയ നിയമം മുഴുവനും ഈശോയാകുന്ന ആ ഒരു വ്യക്തിയിലേക്ക്, സ്ലീവായുടെ മഹത്വം എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്നതിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 33 വർഷങ്ങൾ മതി സഫലമായ ഒരു ജീവിതത്തിനെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാം പൂർത്തിയാക്കി 33 വർഷങ്ങൾ കൊണ്ട് നമുക്കെന്തോ ഒരു ആവേശമാണ്. ഒന്നും നമ്മൾ എത്തുന്നില്ല, ഒരിടത്തും എത്തുന്നില്ല. ഇനിയും നമുക്ക് ഒരുപാട് വർഷങ്ങൾ വേണം, എങ്കിൽ മാത്രമേ നീ പഠിപ്പിച്ച ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ചുമ്മാ ഒരു പൊട്ടത്തരമാണ്. 33 വർഷങ്ങൾ പോലും വാസ്തവത്തിൽ കൂടുതലാണ്. ഈശോ അതൊരു ഐഡിയലായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. 33 വർഷങ്ങളാകുമ്പോൾ റിട്ടയർ ചെയ്യാനും ഈ ലോകത്തിൽ നിന്ന് ട്രാൻസിറ്റ് എടുക്കാനുമുള്ള ആ ഒരു ചങ്കൂറ്റമാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ തീഷ്ണത കുറഞ്ഞു പോകുന്ന സമൂഹമായിട്ട് മാറാറുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഈശോ ദൈവം നമ്മെ സൃഷ്ടിച്ചത് അവിടുത്തെ ഛായയിലാണ്. ദൈവത്തിൻ്റെ ഒരു മുഖം നമുക്ക് തന്നിട്ടുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ ആ ഛായയൊക്കെ മാഞ്ഞുപോയി. ഒന്നാം പാഠമായിരുന്നു അത്. വേദപുസ്തകത്തിലെയും 1-ാം താളിൽ തന്നെയാണ് കിടക്കുന്നത്. പലപ്പോഴും 1-ാം പാഠ പുസ്തകത്തിൻ്റെ, അതിലും പ്രത്യേകിച്ച് 1-ാം പാഠം കീറിപ്പോകാറാണ് പതിവ്. അല്ലെങ്കിൽ ആരെങ്കിലും വലിച്ചു കീറിക്കളയും. 1-ാം പാഠമല്ലേ, സാരമില്ല. 1-ാം പാഠം നമ്മൾ കീറിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഛായ നമ്മിൽ നിന്ന് മാഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വലിയ പ്രതിസന്ധികൾ ഉണ്ടാവുകയാണ്. ദൈവം അവൻ്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ്റെ ആ 1-ാം പാഠം നമുക്ക് കൈമോശം വരുന്നു. 10 നാണയമുള്ളതിൽ സ്ത്രീക്ക് നഷ്ടമായത് 1-ാമത്തെ നാണയമാണ്. അപ്പോൾ ആ സ്ത്രീയുടെ ബാലൻസ് പോയി. നിൽക്കാൻ പറ്റുന്നില്ല, ചിന്തിക്കാൻ പറ്റുന്നില്ല. 10 കൽപ്പനകളിൽ ഇസ്രായേൽക്കാർക്ക് നൽകിയതിൽ പ്രധാനമായിട്ടും അവർക്ക് നഷ്ടപ്പെട്ടത് 1-ാമത്തെ കൽപ്പനയാണ്. ദൈവത്തെക്കുറിച്ചുള്ള കൽപ്പനയാണ്. അവർ കണ്ടെത്തിയ
മോണോതെയിസത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ദൈവങ്ങളിലേക്ക് അവർ ചാഞ്ഞും ചെരിഞ്ഞുമെല്ലാം പോവുകയാണ്. 5 സെൻസസ് പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് ദൈവം നൽകിയെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ളത്, എന്നാൽ പലർക്കുമില്ലാത്തത് കോമൺ സെൻസാണ്. ബാക്കി എല്ലാ സെൻസും നമുക്കുണ്ട്. കോമൺ സെൻസ് പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നു. അതേക്കുറിച്ച് പണ്ഡിതന്മാർ പറയാറുണ്ട്, കോമൺ സെൻസ് ഈസ് നോട്ട് മിയർ സെൻസ് നോർ ഈസ് ഇറ്റ് വെരി കോമൺ. വളരെ ശരിയാണ്. ഇറ്റ് ഈസ് നോട്ട് മിയർ സെൻസ് നോർ ഈസ് ഇറ്റ് മിയർ കോമൺ. അതുകൊണ്ട് നമുക്ക് കർത്താവ് തന്ന ഛായ, നമുക്ക് ബേണിംഗ് ബുഷിലേക്ക്, കാൽവരിയിലേക്ക്, കീറി മുറിഞ്ഞു കിടക്കുന്ന കർത്താവിലേക്ക് നോക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ? രാജാവിനെ കുറുക്കൻ എന്ന് വിളിക്കാൻ രാഷ്ട്രീയ ചാതുര്യമൊന്നും ശീലിക്കാത്തവന് മാത്രമേ പറ്റൂ. അല്ലാത്തവരൊന്നും അങ്ങനെ വിളിക്കില്ല. അടവുകളൊന്നും അറിയാത്തവന് മാത്രമേ അങ്ങനെ വിളിക്കാനായിട്ട് പറ്റുകയുള്ളൂ. സ്ഥാന മോഹ കാമനകളില്ലാത്തവർക്ക് മാത്രമേ അതിനുള്ള ധൈര്യം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ രാജാവ് ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞിരിക്കും. നമുക്ക് വേണ്ടത് നിരാകുല ചിത്തമാണ്, ആകുലതകളില്ലാത്ത മനസ്സ്. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, നൊളിത്തെ തിമേരെ, ഭയപ്പെടാതെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ സ്ലീവായുടെ അർത്ഥം ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് വലിയ വെള്ളി, മനസ്സിൽ എന്നുമുണ്ടാകേണ്ട ഒരേ ഒരു വെള്ളി സ്ലീവ, സ്ലീവായിലെ മരണം, സ്ലീവ പാത. പാവപ്പെട്ട ശിഷ്യന്മാര് കൂട്ടത്തിൽ കുറേ നാൾ നടന്നെങ്കിലും അവർക്ക് ഗൗരവതരമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ല. നമ്മൾ പൊതുവെ ദുഃഖ വെള്ളിയാഴ്ച യൂദാസിനെയും പീലാത്തോസിനെയും ഒക്കെ കുറ്റം പറയുന്ന പ്രവണതകൾ, കുറ്റമുണ്ട് അവരുടെ പേര്. എങ്കിലും പൊതുവിൽ കർത്താവിനെ ഉൾക്കൊള്ളുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പുരാതന കാലത്തെ ഒരു തിരുവചന വ്യാഖ്യാനത്തിൽ കൊടുത്തിരിക്കുന്ന ഇപ്രകാരമാണ്: ശിമയോനെ, നീ എവിടേക്ക് പോകുന്നു? യോഹന്നാനെ, നീ എവിടേക്ക് ഓടുന്നു? ബർത്തലൂമായെ, നീ എവിടെ ഒളിക്കുന്നു? തോമായെ, നീ എവിടേക്ക് മാറുന്നു? ഫിലിപ്പോസെ, നീ എവിടേക്ക് അകലുന്നു? അന്ത്രയോസെ, നീ എന്തിനു ദുഃഖിക്കുന്നു? യാക്കോബെ, നീ എന്തിന് വിലപിക്കുന്നു? ഇങ്ങനെ പോവുകയാണ്. എല്ലാവരും തന്നെ സ്ഥലം വിട്ടു, ഒളിച്ചു, മറഞ്ഞിരുന്നു, മാറിയിരുന്നു. ഒരു പ്രതികരണം സുവിശേഷത്തോട് ആദിമ സഭ നൽകിയതാണ്. അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വളരെയധികം സ്വാധീനിക്കപ്പെടുന്നവരായിട്ട് നമ്മളെല്ലാവരും മാറുകയാണ്. നമ്മൾ കുരിശിൻ്റെ അകപ്പൊരുൾ മനസ്സിലാക്കണം. കുരിശ് കർത്താവിൻ്റെ സ്വത്വ ബോധവും ദൈവപിതാവിൻ്റെ തമ്പുരാൻ്റെ പൈതൃകവുമാണ്. അത് മനസ്സിലാക്കാതെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് വെറും കുരിശുകളാകുന്നത്. ഇവൻ എന്തൊരു കുരിശാണ് എന്ന് പലപ്പോഴും നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥവും മറ്റൊന്നല്ലല്ലോ. നമ്മളിന്ന് വായിച്ച തിരുവചനങ്ങളെല്ലാം ഈശോയെ വിസ്തരിക്കുന്ന കാര്യമാണ്. തിരുവചനത്തിൽ പറയുന്ന ഒരു കാര്യമാണല്ലോ ഗാൾലൂസ് ഖന്താറ്റ്, കോഴിപ്പൂവൻ കൂയി, ഗാൾലൂസ് ഖന്താറ്റ്.
ഒരുപാട് ഓർമ്മകളുമായിട്ട് പത്രോസ് ഈശോയുടെ വിധിന്യായം കേൾക്കാനായിട്ട് പോയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പറ്റുന്ന പരാജയങ്ങളെ ഓർമ്മപ്പെടുത്താനാണിത്. അദ്ദേഹം വലിയ വർത്തമാനമെല്ലാം പറഞ്ഞു. പക്ഷേ പ്രത്തോറിയത്തിൻ്റെ വാതിൽക്കൽ എത്തിയപ്പോൾ പത്രോസ് കണ്ടു. നല്ല തണുപ്പുള്ള രാത്രിയാണ്, വാതിൽ കാവൽക്കാരിയുണ്ട്, നല്ല തീ കൂട്ടി അവിടെ ചൂടുണ്ട്. ആ തീയുടെ മുമ്പിൽ നിൽക്കുന്നതാണ് ബേണിംഗ് ബുഷ് എന്ന് അദ്ദേഹം ഓർമ്മിച്ചിട്ട് പോലും കാണുകയില്ല. ഈ തീയുടെ മുമ്പിൽ നിന്നാൽ എനിക്കൊരു കൂട്ടായ്മ അവിടെ കിട്ടിയേക്കും. നമുക്കറിയാലോ, ഞെരിപ്പോടിൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ എല്ലാവരും കൈ നീട്ടും, കൈ ചൂടാക്കി മുഖത്ത് വെക്കും. അല്ലെ കുഞ്ഞുങ്ങളാണ് അവരുടെ ശരീരത്തിലൊക്കെ മാതാപിതാക്കൾ ചൂടി പിടിപ്പിച്ച് കൈകൾ കൊടുക്കും. അതൊരു വാമിംഗ് അപ്പാണ്. അതിലൊരു കൂട്ടായ്മയുണ്ട്, അതിലൊരു വാംത്തുണ്ട്. ആ വാംത്തിൽപ്പെട്ട് പത്രോസ് മറിയുകയാണ്. പത്രോസ് ഇടറിയത് സുപ്രീം കോടതി വെച്ചൊന്നുമല്ലല്ലോ. അതാണെങ്കിൽ നമുക്ക് പേടിച്ചു പോയി, ഒന്നും പറയാൻ കിട്ടിയില്ല, ഇതൊക്കെ വിചാരിക്കാം. പത്രോസ് പേടിച്ചു പോയത് വെറും പെണ്ണുങ്ങളുടെ അടുത്താണ്. വെറും പെണ്ണുങ്ങളുടെ അടുത്താണ്. അതാണ് നമ്മൾ. ആ പെണ്ണ് പറഞ്ഞല്ലോ, നീ ഇവന്റെ കൂട്ടത്തിലുള്ളവനാണ്, നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, നിന്റെ മുഖം നോക്കുമ്പോൾ അറിയാം നീ കർത്താവിൻ്റെ കൂട്ടത്തിൽ ഉള്ളവനായിരുന്നു എന്ന്. പത്രോസ് സമ്മതിക്കല്ല. പത്രോസിന് ഇവിടെ അതിനേക്കാൾ നല്ല ചൂട്. എന്തിനാണ് ഈ ബേണിംഗ് ബുഷിലേക്കും ഈ സ്ലീവായിലേക്കും ഒക്കെ പോകുന്നത്? ഇവിടെ അതിനേക്കാൾ നല്ല ചൂട് ഉള്ളപ്പോൾ എന്ന് ആ പാവം മനുഷ്യൻ കരുതി. കയ്യഫാസിൻ്റെ അരമന മുറ്റത്ത് വലിയ വീമ്പ് പറഞ്ഞ് മറ്റുള്ളവരെ വെട്ടാൻ വേണ്ടി വാളെടുത്തവന് നാവെടുക്കാൻ പറ്റാതെ പോകുന്ന ഒരു വലിയ സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹം അനുദപിച്ചു. ഗാഡ്ലൂസ് കന്താത്ത് കൊടി കൂകി. ഒരുപക്ഷെ ക്രൂശിതനാകാൻ പോകുന്നവനിൽ നിന്ന് ഏറ്റവും ആദ്യം പാപമോചനം സ്വീകരിച്ച ഒരു വ്യക്തി ഈ പത്രോസ് തന്നെയായിരിക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിന് രക്ഷാകര പദ്ധതിയുടെ ആ ഒരു വലിയ കൂട്ടായ്മയിലേക്ക് കടന്നു വരാനും അതിൻ്റെ മനോഗുണം സ്വന്തമാക്കാനും ഒക്കെ സാധിച്ചത്. കർത്താവിൻ്റെ വിശുദ്ധമായ പൈതൃകം നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ദിവസമാണെന്ന്. പണ്ടൊരിക്കലൊരു തെക്കാരൻ ചേട്ടൻ ഒരു കോഴിപ്പൂവനെ ലേലം വിളിച്ചു. 10 രൂപ, 20 രൂപ, 50 രൂപ. അദ്ദേഹം ഉദ്ദേശിച്ച വിലയൊന്നും കിട്ടാത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് പത്രോസിൻ്റെ അടുത്ത് പോകിയ ആ കോഴിയുണ്ടല്ലോ, ആ പരമ്പരയിൽ വന്നൊരു കോഴിയാണ്, നിങ്ങൾ വിചാരിക്കുന്നവരുള്ള കോഴിയൊന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും വലിയ ആവേശമാണ്. അവിടുന്നാണല്ലോ ആളുകളെ ആവേശപ്പെടുത്താൻ അതൊക്കെ മതി. അങ്ങനെയുള്ള പൊള്ളയായ ന്യായവാദങ്ങൾ കേട്ട് നമ്മളുടെ നിലപാടുകൾ എടുത്തു കളയുന്ന സംഗതികളാണ് നമ്മൾ ഈ നാടുകളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ലിവായുടെ അകപ്പൊരുള് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. എത്രയോ അവസരങ്ങളിൽ നമ്മൾ പേടിച്ച് പിന്മാറുന്നുണ്ട്. കർത്താവിനെ വിചാരണ ചെയ്യുന്ന ആ സമയം നമ്മളെയും നമ്മുടെ മനസാക്ഷിയെയും ഈ ലോകം വിചാരണ ചെയ്യുന്ന നാളിൻ്റെ ഓർമ്മയായിരിക്കണം. ഈ വിചാരണയെല്ലാം കഴിഞ്ഞ് ഈശോയെ ഗെത്സമേനി എന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. ധാരാളം ഒലിവ് മരങ്ങളുള്ള സ്ഥലം. അവിടെയാണ് ഒലിവ് ചക്ക്. ഈശോ പീഡ സഹിച്ച ഗെത്സമേൻ തോട്ടം, ഗെത്സമേനി ഏദൻ തോട്ടം തന്നെയാണ് എന്നാണ് പണ്ഡിത അഭിപ്രായം. ഏദനിൽ വെച്ച് ആദം ദൈവത്തെ നഷ്ടപ്പെടുത്തി. ഗെത്സമേനിയിൽ വെച്ച് മനുഷ്യന് വേണ്ടി ദൈവം വീണ്ടും ഇറങ്ങി വന്നു.
ആദ്യ മനുഷ്യനെ സൃഷ്ടിക്കാൻ മണ്ണെടുത്ത സ്ഥലമാണ് ഈ സ്ഥലമെന്നും ജെറൂസലം ദേവാലയം പണിയാൻ മണ്ണെടുത്ത സ്ഥലമാണ് ഈ സ്ഥലം എന്നുമാണ് വേദശാസ്ത്രികൾ കണ്ടെത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ ഓർമ്മകൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ ഈ ഗത്സമേനിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവിടെ നിന്ന് ഗാഗുൽത്തായിലേക്ക് പോകുന്ന ഭാഗമാണ് നമ്മൾ അവസാനമായിട്ട് വായിച്ചു കേട്ടത്. ഗൊൽഗോത്ത അരമായ പദമാണ്. അതിൻ്റെ ഗ്രീക്ക് രൂപമാണ് കാൽവരിയ. ഗൊൽഗോത്ത അല്ലെങ്കിൽ കാൽവരിയ, കാൽവരി എന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമല്ലോ. അവിടേക്ക് പോകുന്ന കർത്താവ് ദൈവപിതാവുമായിട്ട് ബന്ധപ്പെട്ടു. ഒരു കല്ലേറ് ദൂരം മാറിയിരുന്ന് കർത്താവ് ദൈവപിതാവുമായിട്ട് വർത്തമാനം പറയുകയാണ്. അതായിരുന്നു ഈശോയുടെ ബേണിംഗ് ബുഷ്. ദൈവപിതാവുമായിട്ട് ശിഷ്യന്മാരുടെ അടുത്ത് നിന്ന് മാറി ഒരു കല്ലേറ് ദൂരം മാറി ഇരിക്കുമ്പോഴാണ് നമുക്കും കർത്താവുമായിട്ട് വർത്തമാനം പറയാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഇന്ന് വീട്ടിൽ കിടന്നുറങ്ങിയാൽ ഇതുകൊണ്ട് നടക്കുമായിരുന്നു. നിങ്ങളൊരു കല്ലേറ് ദൂരം മാറി ഈ ഭദ്രാസനത്തിൻ്റെ നടുക്ക് വന്നിരിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുമ്പോഴാണ് ഈ തിരുവചന വായനകളെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റിയത്. ഇന്ന് ഈ വലിയ ദിവസം നമ്മോട് ആവശ്യപ്പെടുന്നത് എല്ലാത്തിലും നിന്നും ഒരു കല്ലേറ് ദൂരം മാറി നിൽക്കണം. എല്ലാത്തിലും നിന്നും. അപ്പോഴാണ് ദൈവത്തെ കേൾക്കാനായിട്ട്, ദൈവത്തിൻ്റെ സ്വരം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. യൂദാസും ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ, വലിയ തെറ്റുകാരനൊന്നുമായിരുന്നുവെന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നില്ല. മിടുക്കനായിരുന്നു, കർത്താവിൻ്റെ കൂട്ടത്തിലായിരുന്നു, ഫിനാൻസ് ഓഫീസറായിരുന്നു, വലിയ സംഘാടകനായിരുന്നു, അവസാന നിമിഷം വരെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈശോയെ ഒറ്റിക്കൊടുക്കണമെന്ന് നേരത്തെ ഒന്നും ഒരിക്കൽ പോലും അദ്ദേഹം ആഗ്രഹിച്ചിട്ട് കാണുകയില്ല. അത്താഴത്തിനിരുന്നപ്പോൾ അപ്പോൾ പിശാച് അവനിൽ ഈ തോന്നല് കൊടുക്കുകയായിരുന്നു. അദ്ദേഹം പിന്നീട് ഒരുപാട് അതിനെക്കുറിച്ച് അനുദപിച്ചിട്ടുണ്ട്. ഞാൻ കരുതുന്നത് അദ്ദേഹം വളരെ പെട്ടെന്ന് ഈശോയുടെ മരണം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. സൻഹെദ്രിൻ സംഘത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എല്ലാ ശിഷ്യന്മാരും വിചാരിച്ചിരുന്നു അവരെയൊക്കെ ഈശോ തോൽപ്പിച്ച് വലിയ രാജാവായിട്ട് പുറത്തു വരും. യൂദാസും അങ്ങനെ തന്നെയായിരുന്നു കരുതിയിരുന്നത്. സംഘത്തിൻ്റെ മുമ്പിൽ മൗനം ദീക്ഷിച്ച് ഒരു മുനിയെ പോലെ ഒന്നിനും ഉത്തരം പറയാതെ അവർ പറഞ്ഞതെല്ലാം കേട്ട് എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റെതല്ല, ഐഹികമല്ല എന്ന് പറഞ്ഞ് ചാട്ടവാറിൻ്റെ അടിയേറ്റ് കുരിശും ചുമന്ന് കാൽവരിയിലേക്ക് പോകുന്ന കർത്താവിനെ കണ്ടപ്പോൾ യൂദാസിനും വലിയ പ്രയാസമായി. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം മനസ്തപിച്ചു. അദ്ദേഹം വാങ്ങിയ പണം വലിച്ചെറിഞ്ഞു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു ഈ ഈശോയാണ് രക്ഷകൻ. ഒരു നിമിഷം പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയി, ആത്മഹത്യ ചെയ്തു. നമ്മളും ഈ അടുത്ത നാളിൽ നമ്മുടെ ഈ ദേശം കണ്ട ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ഒരു വീട്ടിലെ 5 പേര് ആത്മഹത്യ ചെയ്ത് നമുക്കറിയാം. ഏറ്റവും പരിതാപകരമായ ഒരു ദിവസമായിരുന്നു അത്. നമ്മളാരും വിചാരിച്ചിരുന്നില്ല. ഒരു വ്യക്തിയോട് പോലും അവർ ഒന്നും പറഞ്ഞിരിക്കാനും ഇടയില്ല. മനസ്സിൻ്റെ സമനില തെറ്റുമ്പോൾ ദൈവത്തെ കൂട്ടുപിടിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് ഈ വലിയ വെള്ളി. മനസ്സിൻ്റെ ഭാരവുമായിട്ട് നമുക്ക് നടക്കുമ്പോൾ പ്രതിസന്ധികൾ ഒരുപാടുണ്ടാകും. പിലാത്തോസും അങ്ങനെ ആയിരുന്നല്ലോ. പിലാത്തോസ് ശരിക്കു പറഞ്ഞാൽ ഈശോയെ രക്ഷിക്കാൻ ഒരുപാട് പരിശ്രമിച്ച ഒരാളാണ്.
അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ ഇയാളിൽ തെറ്റൊന്നും കാണുന്നില്ല, അദ്ദേഹം തെറ്റുകാരനല്ല, നിങ്ങൾ വെറുതെ ബഹളമുണ്ടാക്കുന്നതാണ്, നിങ്ങളുടെ നിയമം അനുസരിച്ച് കൊണ്ടുപോയി വിധിച്ചു കൊള്ളുക, ഞാൻ കൈ കഴുകി മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വരവും അദ്ദേഹം കേട്ടു. പക്ഷേ തെറ്റുകാരായ ജനക്കൂട്ടത്തെ പ്രതിരോധിച്ചു നിൽക്കാനായിട്ടുള്ള ശക്തി അദ്ദേഹത്തിന് ഇല്ലാതെ പോവുകയാണ്. ജനക്കൂട്ടം പറഞ്ഞു അവനെ ക്രൂശിക്കണം, അദ്ദേഹം കേട്ടു. അതാണ് അവിടെയും അദ്ദേഹം അവസാന നിമിഷം വരെ പിടിച്ച് നിന്നു. എങ്കിലും അദ്ദേഹത്തിന് ഉറപ്പില്ലായിരുന്നു. ആളുകൾ ബഹളം കൂട്ടിയപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ പറയുന്നത് ചെയ്തു കളയാണ്. അങ്ങനെയാണല്ലോ പലപ്പോഴും നമ്മളൊക്കെ ഓരോ കാര്യം ചെയ്യുന്നത്. ആളുകളെ പേടിച്ച് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. എന്താണ് വിട്ടുകൊടുക്കുന്നത്? മൂല്യങ്ങളാണ്, ഈശോയെയാണ്, ദൈവത്തെയാണ്. അങ്ങനെ ഈ ദിവസം കർത്താവിനെ നമ്മൾ കൂട്ടുപിടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ഒരു ഉത്തരമായിട്ടാണ് കർത്താവിനെ നമ്മൾ കാണുന്നത്. ഒറ്റിക്കൊടുത്തു എന്നതിന് പകരം ഇപ്പോൾ നമ്മളുടെ പരിശുദ്ധ കുർബാനയിലൊക്കെ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ടു എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ടതാണ് ദൈവപിതാവിൻ്റെ പക്കലേക്ക്. ദൈവം എന്തായിരുന്നു ഈശോയിലൂടെ ആഗ്രഹിച്ചത്, അത് നിറവേറ്റപ്പെടേണ്ടതാണ്. മനുഷ്യപുത്രൻ വന്നതുപോലെ കടന്നു പോകും എന്ന് നമ്മൾ ഇന്നലെ വായിച്ചല്ലോ. പ്രസിദ്ധനായ കർദിനാൾ ന്യൂമാൻ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പ്രസംഗിച്ചു, കുരിശിനെ തൊടുന്നവര് ക്രൈസ്തവികതയുടെ ഹൃദയത്തെയാണ് തൊടുന്നത്. കുരിശ് ഒരു വസ്തുവല്ല, അത് വലിയ ഒരു സംഭവമാണ്. സ്വർഗം തുറക്കുന്ന വിലപ്പെട്ട മരത്താക്കോലാണ് ഈ കുരിശ്. ഈ കുരിശ് മാത്രമാണ് നമുക്ക് അഭയ കേന്ദ്രം. മാർസ്ലീവ ക്രൂശിതനും ഉത്ഥിതനുമായ ഈശോയാണ്. പിലാത്തോസ് കുരിശിന്റെ മുകളിൽ അയ്യന്നാറൈ യേശൂസ് നസ്രേനും റെക്സ് യൂദയോരും യൂതന്മാരുടെ രാജാവായ നസ്രായനീശോ എന്നെഴുതിയപ്പോൾ യഹൂദന്മാർ പറഞ്ഞല്ലോ, അങ്ങനെയല്ല, അവൻ ഇത് പറഞ്ഞു എന്ന് വേണം എഴുതാൻ. ഇത് പറഞ്ഞാൽ ഇവൻ രാജാവൊന്നുമല്ല, ആരുടെയും രാജാവല്ല, അവനിങ്ങനെ രാജാവാണെന്ന് പറഞ്ഞു, അവൻ പറഞ്ഞു എന്ന് നിർബന്ധിച്ചപ്പോൾ പിലാത്തോസ് ഒരു സ്റ്റെപ്പ് മാറി ചവിട്ടുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിലാത്തോസ് ആദ്യം പിടിച്ചു നിൽക്കുന്നതിൽ വിജയിച്ചില്ലെങ്കിലും ഇവിടെ അദ്ദേഹം പറഞ്ഞു, ഖോദ് സ്ക്രിപ്സി സ്ക്രിപ്സി, ഞാൻ എഴുതിയതാണ്. അവിടെ കൊണ്ട് അദ്ദേഹം ആ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ലോക ഭാഷകളിലെല്ലാം, അറമായിലും എബ്രായിലും ലത്തീനിലും ആ ഭാഷയെന്നുള്ളൂ, ലോകം മുഴുവൻ അറിയത്തക്ക രീതിയിൽ ഒരുപക്ഷെ പിലാത്തോസിന് പൂർണ്ണ ബോധ്യം ഇല്ലാത്ത ആ കാര്യം എഴുതിയതിൽ നിന്ന് ഞാൻ അടുപട മാറുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു സത്യം അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയാണ്. കുരിശ് ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. കുരിശിനെ ആരും കീഴ്പ്പെടുത്തുന്നുമില്ല. കുരിശിന് മുകളിൽ എപ്പോഴും ദൈവത്തിൻ്റെ ശക്തിയാണ്. സ്ലീവ ഒരിക്കലും ഈ ലോകത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. സ്ലീവായിൽ കടന്ന് ഈശോ പറഞ്ഞ തിരുവചനങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, നീ എന്നോട് കൂടെ ഇന്ന് പർദീസായിലായിരിക്കും. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എനിക്ക് ദാഹിക്കുന്നു. എല്ലാം പൂർത്തിയായി. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു.
കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞ കാര്യം, കുരിശിനോട് ചേർന്ന് നിന്നവരും കുരിശിനോട് ചേർന്ന് നിന്നവർ പറഞ്ഞു കൊടുത്തതുമായ കാര്യങ്ങൾ സഭയുടെ ഓർമ്മയിൽ നിന്ന് സുവിശേഷകന്മാർ കണ്ടെത്തിയതാണ്. നമ്മളുടെയും അങ്ങനെയാണല്ലോ. അപ്പനും അമ്മയും ഒക്കെ മരിക്കുമ്പോൾ അവസാന മണിക്കൂറിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അമ്മ അവസാനം ഇതാണ് പറഞ്ഞത്, അപ്പൻ ഇതാണ് പറഞ്ഞത്. അതൊരിക്കലും മഞ്ഞു പോകുന്നില്ല, മക്കളുടെ ഹൃദയത്തിൽ നിന്ന് മഞ്ഞു പോകുന്നില്ല. നമ്മളുടെയും ഹൃദയത്തിൽ മായാതെ കിടക്കുന്ന, അക്ഷരമായിട്ടുള്ളത്, ക്ഷതമില്ലാതെ നിൽക്കുന്ന ഈ സപ്തവാക്യങ്ങൾ നമുക്കെന്നും ശാന്തിയും സമാധാനവും നൽകട്ടെ. നമ്മുടെ സ്ലിവായുടെ വഴിയിലൂടെ വിയ ക്രൂസിസ്, കുരിശിൻ്റെ വഴി, വിയ പാച്ചിസ്, സമാധാനത്തിൻ്റെ വഴിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. വിയ സാക്ര, സീക്രഡായിട്ടുള്ള വഴിയാണ്. നമ്മളതിലേക്ക് പ്രവേശിക്കുകയാണ്. ആ പരിശുദ്ധ വഴിയിലൂടെ നടന്ന് തീർക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവൻ തന്നെയാണ് യഥാർത്ഥ വഴി എന്ന്. ക്രൂശിതനായ ഈശോയെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഉത്ഥാനത്തിൻ്റെ ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വിയ സാക്രയിലേക്ക് കടക്കാം.